സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ ട്യൂട്ടോറിയൽ വീഡിയോ ഓഫ് എക്സ്ലാൻഡ് സിറ്റി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മൈനിങ് ജോബിൽ സിറ്റിയിലെ മൈനിങ് ജോബിൻ്റെ ട്യൂട്ടോറിയലാണ്. മൈനിങ് ജോബ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് 3061 അവിടെ എം എന്നും പറഞ്ഞൊരു മാർക്കർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് മാപ്പിൽ കാണിച്ചു തരാം. 3061 തൊട്ടടുത്തായിട്ട് ഒരു എം മാർക്കർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെയാണ് നമുക്ക് നിലവിൽ മൈനിങ് ജോബ് സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇവിടേക്ക് വരിക, നമ്മൾ നേരെ അകത്തേക്ക് കയറുന്ന ടൈമിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ബ്ലിപ്പ് കാണാൻ പറ്റും. ഈ ബ്ലിപ്പിനകത്ത് വന്നിട്ട് നമുക്ക് ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന 2 പേര്, ഇപ്പോൾ നിയർ ബൈ പ്ലെയേഴ്സ് കൂടെ നിൽക്കുന്ന ആൾക്കാർ ലെഫ്റ്റ് സൈഡ് കാണിക്കുന്നുണ്ട്. അവരെ നമ്മുടെ ടീമിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അവരത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മുടെ ടീമിലേക്കായിരിക്കും ആഡ് ആവുക. സോ നമുക്ക് ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് നമുക്കൊരു ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് നിന്ന് ചെയ്യാൻ പറ്റുന്നൊരു ജോബാണ് മൈനിങ് ജോബ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഈ ഒരു ലോക്കർ റൂമിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം എടുത്തിടണം. ഈ പ്രസ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്തിടാൻ പറ്റും. സോ അതിനുശേഷം അവിടെ നിന്ന് നേരെ ഇറങ്ങി റൈറ്റിലേക്ക് വരിക. റൈറ്റിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു ഡോറുണ്ട്. ആ ഡോറിനകത്തൂടെ അകത്തേക്ക് കയറിയതിന് ശേഷം നമുക്ക് അവിടെ ഓക്സിജൻ സിലിണ്ടർ, മാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ഓക്സിജൻ സിലിണ്ടർ വെക്കുക. എങ്കിൽ മാത്രമേ ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ജോബിലേക്ക് പോകാൻ പറ്റൂ. സോ ഇവിടെ വരിക, ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിഫ്റ്റിനകത്തേക്ക് കയറിയതിന് ശേഷം വീണ്ടും ആ ഒരു സ്വിച്ച് ഇരിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ ഈ പ്രസ് ചെയ്യുക. സോ നമ്മൾ നേരെ മൈനിങ് ജോബ് നടക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. സിംഗിളായിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒറ്റൊരാളായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ച് പാടാണ്, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ബട്ട് നമുക്ക് ടീമായിട്ട് നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു ജോബാണ് മൈനിങ് ജോബ് എന്ന് പറയുന്നത്. സോ ഇവിടേക്ക് വരിക. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു കാണുന്നുണ്ട്. ഈ ഒരു പ്രസ് ചെയ്യാനുള്ള സ്ഥലം കാണുന്നുണ്ട്. അവിടെ ചെല്ലുക, പ്രസ് ചെയ്യുക. ആൻഡ് അതിനുശേഷം നമ്മുടെ മൗസ് ഈ ഒരു ബ്ലൂ ബ്ലിപ്പിന് നേരെ ടാർഗറ്റ് ചെയ്ത് പിടിച്ച് ഹോൾഡ് ചെയ്ത് മൗസിലെ റൈറ്റ് ബട്ടൺ ഹോൾഡ് ചെയ്തുകൊണ്ട് ആ ഒരു ടാർഗറ്റിലേക്ക് മൂവ് ചെയ്ത് പിടിക്കുക. ആ ഒരു നീല ടാർഗറ്റിലേക്ക്, ആ ഒരു ബ്ലൂ ടാർഗറ്റിലേക്ക്, ബ്ലൂ ബ്ലിപ്പിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുക, എയിം ചെയ്യുക. സോ ജസ്റ്റ് മൗസ് ഹോൾഡ് ചെയ്തിരിക്കുക, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് മൂവ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ ഒരു ജോബ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കല്ലിരിക്കുന്ന ഭാഗം ബാക്കിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. സോ ഈ ഒരു ബാക്കിലേക്ക് പോകുന്ന ടൈമിൽ റെയിൽസ് ഉണ്ട്. സോ ആ റെയിൽസ് നമ്മൾ കൊണ്ടുവന്ന് വെക്കണം പുതിയതായിട്ട്. കാരണം ആ ഒരു കല്ലിരിക്കുന്ന ഭാഗം വരെ നമുക്ക് കാണത്തുള്ളൂ. ആ കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിൽ ഇപ്പം ആ ലെഫ്റ്റ് സൈഡിൽ നീല കളറിൽ കാണിക്കുന്നതാണ് ആ ട്രോളി വെക്കേണ്ട ഭാഗമാണ്. സോ തിരിച്ച് ആ റൂമിലേക്ക് വരിക. ആ റൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെയിൽസ്, അവിടെ വെക്കാനുള്ള റെയിൽസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ആ റെയിൽസ് നമ്മൾ അവിടെ നിന്ന് എടുക്കുക. നേരെ ഈ നീല മാർക്കർ കാണിക്കുന്നതിനടുത്ത് വരിക. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെയിൽസ് അവിടെ വെക്കാൻ സാധിക്കും. ആ ട്രോളി നീങ്ങി ആ ഒരു സ്ഥലത്തേക്ക് വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. സോ വീണ്ടും മൈനിങ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ ഇനി നമ്മുടെ ഒരു ആർച്ച് പോലെ ഒരു സപ്പോർട്ടിനായിട്ട്, ആ ഒരു മേളത്തെ കല്ലിന് സപ്പോർട്ടായിട്ട് നമുക്ക് കുറച്ച് തടി വെച്ച് ഒരു ആർച്ച് പോലൊരു സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഈ ഫസ്റ്റിലെ കാണുന്ന ഈ വുഡൻ പീസ് ഇരിക്കുന്ന പോലെ നമുക്ക് ഇവിടെയും നമ്മൾ ഓരോന്നായിട്ട് തടികൾ എടുത്ത് വെച്ച് ആ ഒരു സ്ഥലം ഇത്രയും ഫില്ല് ചെയ്യണം. ആ ഒരു നീല മാർക്കർ കാണിച്ചേക്കുന്ന സ്ഥലം ഇത്രയും അവിടെ ഓരോരുത്തർ ഓരോ തടിയായിട്ട് വന്ന് എടുത്ത് വെച്ച് കൊണ്ട് അവിടെ ആ വുഡ് ഇത്രയും അവിടെ ഫില്ല് ചെയ്യണം. 4 വുഡുകളാണ് അവിടെ ഫില്ല് ചെയ്യാനുള്ളത്. നാല് വുഡും ഒരു ലൈറ്റുമാണുള്ളത്. സോ ആ ലൈറ്റും വന്നെടുത്ത് 4 വുഡും എടുത്ത് അവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലൈറ്റും ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഓക്കെ, ലൈറ്റ് വെച്ച് കഴിഞ്ഞു. വീണ്ടും നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് താഴെ നേരെ നടുക്കായിട്ട് ഒരു പ്രോഗ്രസ് ബാർ കാണാൻ പറ്റുന്നുണ്ട്. ആ പ്രോഗ്രസ് ബാർ 100% ആവുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ജോബ് തീരുക. സോ അത് 100% ആവണമെന്ന് നിർബന്ധമില്ല. നമുക്ക് എത്ര വരെ ചെയ്യുന്നു അത്രയും ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് കയറും. ആൻഡ് ഇതിൽ ഒരാളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും നമ്മളിത് ജോബ് തീരാൻ. സോ അതേപോലെ തന്നെ നമുക്ക് അത്രയും ക്യാഷും നമ്മുടെ കയ്യിൽ കിട്ടും. പക്ഷേ 3 പേരായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ജോബും തീരും. പക്ഷേ അതിനനുസരിച്ച് ക്യാഷ് ഡിവൈഡായി പോവുകയുമാണ് ചെയ്യുന്നത്.
സോ നമുക്കിപ്പോൾ 25% ഈ ഒരു പെർസെൻറ്റേജ് നമ്മൾ നേരെ ഈ ഒരു ലിഫ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു ലിഫ്റ്റിൽ വന്ന് തിരിച്ച് നമുക്ക് ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ എവിടെയാണോ നേരത്തെ കയറിയത്, അതായത് ലോബിയിൽ, തിരിച്ച് നമ്മുടെ ലോബിയിൽ ചെല്ലും. ലിഫ്റ്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം മാറും, നമുക്ക് ക്യാഷും കയ്യിൽ കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ നിന്ന് നമുക്ക് കയറുമ്പോൾ തന്നെ ക്യാഷ് കയ്യിൽ കിട്ടുന്ന കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ്സ് ചോദിക്കുക, നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.